രാമായണം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആരെ ഓർമ്മ വരിക? ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയൊക്കെയാണ്. വനവാസത്തിൽ പോയ രാമന്റെ കഷ്ടപ്പാടുകള്, സീത അനുഭവിച്ച സങ്കടങ്ങള്, അവർക്ക് വേണ്ടി ഉറക്കൊഴിച്ച് കാവലിരുന്ന ലക്ഷ്മണന്റെ ത്യാഗങ്ങള്, കൊട്ടാരത്തില് ഭർത്താവിനെ പിരിഞ്ഞ് വിരഹം അനുഭവിച്ച ഊർമിള, ഇവരെയൊക്കെയാണ് നമ്മൾ ഓർക്കുക. പക്ഷെ അധികം ആരും പാടി പുകഴ്ത്താത്ത ഒരു പാവം മനുഷ്യനുണ്ട് രാമായണത്തില്, ഗുഹൻ. ഒരു പാവം കാട്ടാളൻ, വേട്ടയാടാൻ മാത്രമേ അറിയുള്ളൂ. ഗുഹന് രാമൻ ദൈവമല്ല, രാജാവുമല്ല, എൻ്റെ സ്വന്തം കൂട്ടുകാരൻ. അതാണ് ഗുഹന് രാമൻ. ശ്രീരാമനെയും സീതയും ലക്ഷ്മണനെയും ഗംഗാനദി കടത്തി വിട്ട് കഴിഞ്ഞിട്ട് എത്ര നേരാന്നറിയോ ഗുഹൻ എല്ലാം നഷ്ടപ്പെട്ട പോലെ അവിടെ നോക്കി നിൽക്കണത്. കൊട്ടാരത്തിലെ ഊർമിള ദുഃഖത്തിനെ കൂട്ടുകാരിയാക്കിയ സമയത്ത് ഇവിടെ ഗുഹൻ കാടിനോടും മലകളോടും പുഴയോടും ഒക്കെ സംസാരിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരനെ കണ്ടു, എന്നാ എൻ്റെ കൂട്ടുകാരൻ തിരിച്ചു വരിക? രാമന്റെ കാലിൽ വല്ല മുള്ളും കൊണ്ടിട്ടുണ്ടാവോ? ഇന്ന് ഏത് കല്ലുമ കിടന്നിട്ടാണാവോ രാമൻ ഉറങ്ങിയിട്ടുണ്ടാവുക? ഇങ്ങനെയൊക്കെ എന്നും രാവിലെ ആയ ഗുഹൻ ഗംഗാനദിയുടെ തീരത്ത് വന്നിരിക്കും. അക്കരയ്ക്ക് നോക്കി ഒറ്റ ഇരിപ്പാണ്. അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നത് കണ്ടാൽ അവരോട് ചോദിക്കും, നിങ്ങൾ എൻ്റെ രാമനെ കണ്ടോ? രാമന് സുഖാണോ എന്നൊക്കെ. രാമനും സീതയും 14 വർഷം കാട്ടിൽ താമസിച്ചപ്പോ ഗുഹൻ ഇവിടെ 14 വർഷക്കാലം രാമനെ ഓർത്ത് ഉരുകി കഴിയാണ്. ഗുഹന് വലിയ വേദങ്ങളോ ശാസ്ത്രങ്ങളോ ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം മാത്രം അറിയാം, തൻ്റെ കൂട്ടുകാരൻ മടങ്ങി വരും. ആ ഒരു ഉറപ്പിലാണ് താമസിക്കുന്നത്. അങ്ങനെ 14 വർഷങ്ങൾക്ക് ശേഷം രാമൻ തിരിച്ചു വരികയാണ്. രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്ത് അയോധ്യയിലേക്ക് തിരിച്ചു പോകുന്ന വഴി ഗുഹനെ കാണാനാണ് ആദ്യം ചെല്ലണത്. അവിടെ ചെന്നപ്പോ കാണുന്നതോ കരഞ്ഞ് കരഞ്ഞ് കണ്ണീരൊക്കെ വറ്റി തലമുടിയൊക്കെ നരച്ച് ആകെ കോലം കെട്ടുപോയ തൻ്റെ കൂട്ടുകാരനെ. രാമൻ ഗുഹനെ കെട്ടിപ്പിടിക്കുന്നു. ആ ഒരൊറ്റ കെട്ടിപ്പിടുത്തത്തില് ഗുഹന് ഈ 14 വർഷത്തെ എല്ലാ സങ്കടങ്ങളും ക്ഷീണവും കരച്ചിലും എല്ലാം ഇല്ലാണ്ടാവാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ വെറും പ്രാർത്ഥനയൊന്നുമല്ല, ചോദിച്ചു വാങ്ങലും അല്ല, ഈശ്വരന് വേണ്ടി നെഞ്ചു പൊട്ടി കരയലാണ്. ഈശ്വരനെ എൻ്റെ ബന്ധുവായിട്ട് കാണുന്നതാണ് യഥാർത്ഥ ഭക്തി.